ഓക്കെ, നമ്മളങ്ങനെ രണ്ടാമത്തെ ചാപ്റ്ററിലെ 10ാമത്തെ ലെസണിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു ലെസൺ ഏതാണ്? മൂവിങ് ആവറേജ് എന്നൊരു കോൺസെപ്റ്റാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ്. ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്, എ മൂവിങ് ആവറേജ് ഈസ് എ സ്റ്റോക്ക് ഇൻഡിക്കേറ്റർ കോമൺലി യൂസ്ഡ് ഇൻ ടെക്നിക്കൽ അനാലിസിസ്. അതായത് ഒരു സ്റ്റോക്കിലെ ഒരു ഇൻഡിക്കേറ്റർ ആണ് ഇത്, ടെക്നിക്കൽ അനാലിസിസിനാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ മൂവിങ് ആവറേജ് ഹെൽപ്പ് us ടു ലെവൽ ദ പ്രൈസ് ഡേറ്റ ഓവർ എ സ്പെസിഫിക് പീരീഡ് ബൈ ക്രിയേറ്റിംഗ് എ കൺസിസ്റ്റൻ്റ്ലി അപ്ഡേറ്റഡ് ആവറേജ് പ്രൈസ്. അതായത് ഇതൊരു നമ്മുടെ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലെ പ്രൈസ് ആക്ഷൻസ് നോക്കിയിട്ട് ആ ഒരു പ്രൈസ് ആക്ഷൻസ്, അതായത് ഒരു സ്പെസിഫിക് ടൈം പീരീഡ് എടുത്തു കഴിഞ്ഞാൽ അതിലുണ്ടായ പ്രൈസിലെ വേരിയേഷൻസ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് അതിനെ ആവറേജ് ചെയ്ത് കിട്ടുന്ന ആ ഒരു വാല്യൂസ് ആണ് മൂവിങ് ആവറേജ് എന്ന ഇൻഡിക്കേറ്ററിൽ അപ്ഡേറ്റ് ചെയ്ത് പോകുന്നത്. അത് ക്ലിയർ ആയിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോഴത്തേനും എക്സാമ്പിളിൽ നമ്മൾ കാണുമ്പോഴത്തേനും മനസ്സിലാവും. ഓക്കെ, ഇനി ഈ റൈസിങ് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റ് ദ സെക്യൂരിറ്റി ഈസ് ഇൻ ആൻ അപ് ട്രെൻഡ്. അപ്പോൾ അതെന്താണ്? നമുക്ക് ഈ ഒരു മൂവിങ് ആവറേജ് കൊണ്ട് ഉള്ള ഗുണം എന്താണ്? നമ്മളൊരു സ്റ്റോക്ക് അല്ലെങ്കിൽ സെക്യൂരിറ്റി എടുക്കുകയാണെങ്കിൽ അത് ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡിലാണോ പോകുന്നതെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എങ്ങനെ? മൂവിങ് ആവറേജ് റൈസിങ് ആണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇത് അപ് ട്രെൻഡിലാണ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു മൂവിങ് ആവറേജ് ഡിക്ലൈനിങ് മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റ് എ ഡൗൺ ട്രെൻഡ്. സിമ്പിൾ. മൂവിങ് ആവറേജ് മുകളിലേക്കാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കും മുകളിലേക്കാണ്, ഇത് അപ് ട്രെൻഡ് ആണെന്ന് പറയാം. അതേ സമയത്ത് സ്റ്റോക്ക് താഴോട്ടാണെങ്കിൽ അവിടെ എന്താണ്? മൂവിങ് ആവറേജും താഴോട്ടായിരിക്കും വരുന്നത്. ആ ഒരു സിറ്റുവേഷനിൽ നമുക്ക് കാണുമ്പോൾ തന്നെ പറയാം ഈ ഒരു സ്റ്റോക്ക് ഡൗൺ ട്രെൻഡിലാണെന്ന്. ഓക്കെ, നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വളരെ സിമ്പിൾ ആവും മൂവിങ് ആവറേജ് പഠിച്ചു കഴിയുമ്പോഴത്തേനും. ഓക്കെ, ഇനി the exponential moving average is generally preferred to a simple moving average as it gives more weightage to recent prices and shows a clear response ടു ന്യൂ ഇൻഫർമേഷൻസ് ആൻഡ് ട്രെൻഡ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ട് തരം മൂവിങ് ആവറേജ് ഉണ്ട്. ഒന്ന് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്, രണ്ടാണ് നമ്മുടെ സിമ്പിൾ മൂവിങ് ആവറേജ്. അപ്പം നമ്മൾ കൂടുതലായിട്ടും എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് യൂസ് ചെയ്യുന്നത്. അതായത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് സിമ്പിൾ മൂവിങ് ആവറേജും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുകയാണെങ്കിൽ സിമ്പിൾ മൂവിങ് ആവറേജ് ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം എടുത്തിട്ട് ആ ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടിലുണ്ടായ പ്രൈസ് ലെവൽസ് എല്ലാം ഈക്വൽ പ്രയോറിറ്റിയിൽ എടുത്തിട്ടാണ് അതിനെ ആവറേജ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്? ആ ഒരു സ്പെസിഫിക് ടൈം പീരീഡിന് കംപ്ലീറ്റ് ആയിട്ട് ഈക്വൽ വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇങ്ങനെ പോകുന്ന ഒരു സ്റ്റോക്കിൻ്റെ ചാർട്ടാണെങ്കിൽ ഈ ഒരു റീജിയണും 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 എല്ലാം ഈക്വൽ വെയിറ്റേജ് കൊടുത്തിട്ട് ഈ ഒരു ലെവലെല്ലാം ആഡ് ചെയ്തിട്ട് അതിനെ എത്ര ടൈം പീരീഡ് കൊണ്ടാണോ അത് ഫോം ചെയ്തതെന്ന് നോക്കി അതിൻ്റെ താഴെ മൂവിങ് ആവറേജ് ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്ത് മുകളിലേക്ക് പോകും. അപ്പോൾ ഇതിനെ സിമ്പിൾ മൂവിങ് ആവറേജ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ സ്ഥാനത്ത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണെങ്കിൽ എങ്ങനെയാണ്? ഇങ്ങനൊരു ചാർട്ടാണോ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഇങ്ങനെ പ്രൈസ് ഈ ഒരു ലെവൽസിൽ ഇങ്ങനെ മൂവ് ചെയ്തിട്ടാണ് പോയത്. അപ്പം ഇതെല്ലാം ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ലാസ്റ്റ് റീസെൻറ്റ് പ്രൈസ് ഇവിടെ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉണ്ടായിരിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും പ്രയോറിറ്റി കുറവായിരിക്കും, അതിലും കുറവായിരിക്കും ഈ ഒരു ലെവലിന്. ഈ ഒരു പ്രൈസിന് അതിലും പ്രയോറിറ്റി കുറവായിരിക്കും, ഇതിന് വീണ്ടും പ്രയോറിറ്റി കുറവായിരിക്കും, അപ്പോൾ ഇവിടെയും പ്രയോറിറ്റി കുറവായിരിക്കും. അപ്പം ലാസ്റ്റ് റീസെൻറ്റ് പ്രൈസിന് എന്താണ്? ഇവിടെ പ്രയോറിറ്റി കൂടുതലാണ്. ഓക്കെ, അതിനുശേഷം മൂവിങ് ആവറേജ് കിട്ടുന്നതാണ് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? വെയിറ്റേജ് കൂടുതലാണ് ലാസ്റ്റ് ടൈം പീരീഡിന്. ഓക്കെ, അപ്പം ഇത് നമ്മളെ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് ഇവിടെ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഉഷാമാർട്ട് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഇവിടെ ഞാനൊരു ഡെയിലി ടൈം ഫ്രെയിമാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു മൂവ്മെൻ്റാണ് തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഡോ തിയറി പഠിച്ചു കഴിഞ്ഞപ്പോൾ നമ്മൾ ട്രെൻഡ് അനാലിസ് ചെയ്യാനൊക്കെ പഠിച്ചു. എങ്ങനെയാണ് അപ് ട്രെൻഡ് ഉണ്ടാകുന്നതെന്ന് പഠിച്ചു. അതായത് ഹയ്യർ ഹൈയും ഹയ്യർ ലോയും ക്രിയേറ്റ് ചെയ്തിട്ടാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പം അവിടെ എന്താണ്? നമുക്ക് ഇത് കാണാൻ സാധിക്കും. ഇവിടെ ഹയ്യർ ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഹയ്യർ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമുക്കിവിടെ എന്ത് മനസ്സിലായി? ഇത് അപ് ട്രെൻഡിലാണ്. അപ്പം ചില സ്റ്റോക്കുകൾ ക്ലിയർ ആയിട്ട് മനസ്സിലാകാത്ത സിറ്റുവേഷൻസ് ഉണ്ടാകും. ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ ഇത് അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ പോകുന്നത് കുറച്ച് കൺഫ്യൂസിങ് ഒക്കെ വരും. അപ്പം അങ്ങനെയുള്ള കൺഫ്യൂഷൻ ഉള്ളവർക്കും ഈ ഒരു മൂവിങ് ആവറേജ് എന്ന ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് പറയാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണോ ഡൗൺ ട്രെൻഡിലാണോ. ഓക്കെ, ഇതുണ്ടോ? ഇവിടെ എന്താണ്? ഈ ഒരു മൂവിങ് ആവറേജ് റൈസിങ് ആണ്. ഓക്കെ, അതിൻ്റെ അർത്ഥം എന്താണ്? ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കാര്യം ട്രെൻഡ് അനാലിസിസ് ചെയ്യാൻ. രണ്ടാമത്തെ കാര്യം എന്താണ്? ഇത് എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ്. ഓക്കെ, അപ്പം ഇവിടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 20 എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ്. അപ്പോൾ ഈ ഒരു 20 എന്ന് പറഞ്ഞ ഈ ഒരു
ടൈം പീരീഡിലെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ 20 എക്സ്പോണൻഷ്യൽ മൂവിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ഡെയിലി ക്യാൻഡിലാണ് ഓപ്പൺ ആക്കുന്നതെങ്കിൽ ഇവിടെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15, 16, 17, 18, 19, 20. അപ്പം ഇത്രയും 20 ക്യാൻഡിൽ എടുത്തതിന് ശേഷം ഈ ഒരു 20 ക്യാൻഡിലിനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൈസുകൾ തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ പ്രൈസുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ പ്രയോറിറ്റി ഏതിനാണ് കൂടുതൽ? ഈ ഒരു ലാസ്റ്റ് ഫോം ചെയ്യുന്ന ക്യാൻഡിൽസിനാണ് ഇവിടെ എക്സ്പോണൻഷ്യൽ മൂവിങ് ആവറേജിന് പ്രയോറിറ്റി കൂടുതൽ. അപ്പം ഇവിടെ വെയിറ്റേജ് കൂടുതലാണ് ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന്. ഇങ്ങോട്ട് വരുന്നതനുസരിച്ച് വെയിറ്റേജ് കുറഞ്ഞു വരും. ഓക്കെ, അപ്പം ഇതെല്ലാം ആഡ് ചെയ്തിട്ട് അതിനെ 20 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അപ്പോൾ എന്താണ്? ഒരു ആവറേജ് പ്രൈസ് കിട്ടും. ആ ഒരു ആവറേജ് പ്രൈസാണ് ഈ ഒരു പോയിന്റ് ആയിട്ട് നോട്ട് ചെയ്യുന്നത്. അപ്പം ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും അടുത്ത ക്യാൻഡിൽ ഇവിടെ ഫോം ചെയ്യും. അപ്പോൾ എന്താണ്? നേരത്തെ ഈ ഒരു ക്യാൻഡിൽ വരെയായിരുന്നു ആവറേജ് എടുത്തെങ്കിൽ ഒരു ക്യാൻഡിൽ ഫോം ചെയ്ത് കഴിയുമ്പം ഈ ഒരു ക്യാൻഡിൽ വരെയാണ് നമ്മൾ പിന്നെ എടുക്കത്തുള്ളൂ ടൈം പീരീഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ലാസ്റ്റിൽ നിന്ന് 20 ക്യാൻഡിൽസ്. ഓക്കെ, ഇപ്പോൾ ഡെയിലിയിലാണെങ്കിൽ ലാസ്റ്റിൽ നിന്ന് 20 ഡെയിലി ക്യാൻഡിൽസ്. ഓക്കെ, അപ്പം ഈ ഒരു 20 EMA യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 20 EMA കുറച്ച് നമ്മുടെ ട്രെൻഡിൽ സപ്പോർട്ടൊക്കെ എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇപ്പോൾ ഡെയിലി ക്യാൻഡിലൊക്കെ ഓപ്പൺ ആക്കുവാണെങ്കിൽ നമുക്കിത് കണ്ടോ, ഈ ഒരു 20 EMAയിൽ ഇത് കണ്ടോ മൾട്ടിപ്പിൾ ടൈമിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മൾ ട്രെൻഡ് ലൈൻ എന്ന ഒരു കോൺസെപ്റ്റ് പറഞ്ഞപ്പം ട്രെൻഡ് ലൈൻ എങ്ങനെയാണ്? നമുക്ക് 2 പോയിന്റ് കിട്ടുവാണെങ്കിൽ ട്രെൻഡ് ലൈൻ വരയ്ക്കാം. ഓക്കെ, ഈ ഒരു പോയിന്റും ഈ ഒരു പോയിന്റും. അപ്പം അതെന്താണ്? ഇതൊരു ട്രെൻഡ് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം അതുപോലെ തന്നെ ആ ഒരു ട്രെൻഡ് ലൈൻ പോലെ തന്നെ ഈ ഒരു EMAയും ആക്ട് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. അപ്പം ഇത് ഒരു ഡൈനാമിക്കാണ്. ഓക്കെ, മറ്റേത് നമ്മൾ സ്റ്റാറ്റിക്കായിട്ട് ഡ്രോ ചെയ്ത് വെക്കുവാണ്. 2 പോയിന്റുകൾ തമ്മിൽ കിട്ടിക്കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് സ്ട്രെയിറ്റ് ലൈനാണ് നമ്മൾ വരയ്ക്കുന്നത്. ഓക്കെ, ഇപ്പം ഞാൻ വരച്ചത് സ്ട്രെയിറ്റ് ലൈൻ അല്ല എങ്കിലും നമ്മൾ ഉദ്ദേശിച്ചത് എന്താണ്? ആ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുമ്പം ഈ ഒരു ലെവൽസ് ചേർത്ത് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്. ഓക്കെ, ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും വരയ്ക്കുന്നത്. ബട്ട് ഇതൊരു ഡൈനാമിക്കാണ്. അതായത് പ്രൈസിലെ ആവറേജ് അല്ലെങ്കിൽ പ്രൈസിൻ്റെ മൂവ്മെൻറ്റിൻ്റെ സ്പീഡ് അനുസരിച്ച് ഈ ഒരു ചെറിയ ബെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇതുണ്ടോ, ഇങ്ങനെ ചെറിയ ബെൻഡ് ഉണ്ടായിട്ടാണ് പോകുന്നത്. ഇതുണ്ടോ, ബെൻഡുണ്ടായി. അപ്പം ഈ ഒരു EMAയിലോട്ട് വരുമ്പോൾ ഇതുണ്ടോ സ്റ്റോക്ക് അപ്പ് ട്രെൻഡിലാണ്, അവിടെ വീണ്ടും സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ട്രെൻഡ് ലൈൻ പറഞ്ഞു, ട്രെൻഡ് ലൈനിൽ എന്താണ്? സപ്പോർട്ട് എടുത്തിട്ടാണ് സ്റ്റോക്ക് മൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ട്രെൻഡ് ലൈൻ പോലെ തന്നെയുള്ള ഒരു നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞാൽ. ട്രെൻഡ് ലൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഡ്രോ ചെയ്തെടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടെ കൃത്യമായിട്ട് ആംഗിൾ സെറ്റ് ചെയ്ത് ഡ്രോ ചെയ്യണം. അപ്പോൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിൻ്റെ അത് ചിലപ്പോൾ ചിലവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. അപ്പം അവർക്ക് ഈ ഒരു മൂവിങ് ആവറേജ് എന്ന ഈ ഒരു 20 EMA എന്ന് പറഞ്ഞാൽ ഈ ഒരു EMA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം ഈ ഒരു ട്രെൻഡ് ഈ ഒരു ടൈം പീരീഡിൽ ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടൈം പീരീഡിൽ എന്താണ്? ഇത് പതുക്കെ ഇതിൻ്റെ താഴോട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് മുകളിലാണ് ട്രേഡ് ചെയ്യുന്നത്. അതിനൊപ്പം തന്നെ ഈ ഒരു EMA റൈസിങ്ങും ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ക്ലിയർ ആയിട്ട് അപ്പ് ട്രെൻഡാണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ പറഞ്ഞ 20 EMAയുടെ ആണ്. നമ്മൾ സിമ്പിൾ മൂവിങ് ആവറേജ് ആണെങ്കിൽ എന്താണ്? സിമ്പിൾ മൂവിങ് ആവറേജ് ആണെങ്കിൽ നമ്മൾ 20 ക്യാൻഡിൽസ് തന്നെ ആയിരിക്കും എടുക്കുന്നത്. അതിനുശേഷം അതിൻ്റെ ക്ലോസിംഗ് പ്രൈസുകളെല്ലാം ആഡ് ചെയ്തിട്ട് ഈക്വൽ ആയിട്ടായിരിക്കും ആഡ് ചെയ്യുന്നത്. ഇതിനും ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലും ഈ ഒരു ക്യാൻഡിലിൻ്റെ ഈ ഒരു ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസിന് ഈക്വൽ പ്രയോറിറ്റി ആയിരിക്കും. അത് ഡിവൈഡഡ് ബൈ ടൈം ഫ്രെയിമിനെ ഡിവൈഡ് ചെയ്തിട്ടായിരിക്കും നമ്മൾ SMA കണ്ടുപിടിക്കുന്നത്. അപ്പം ഇവിടെ 20 SMA ആണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ എന്താണ്? ഈ ഒരു ലാസ്റ്റ് പ്രൈസസിന് അത്ര പ്രയോറിറ്റി ഇല്ല. ബട്ട് നമുക്ക് എന്താണ്? ലാസ്റ്റ് പ്രൈസസിന് പ്രയോറിറ്റി കൊടുക്കുന്നതാണ് എപ്പോഴും നമുക്ക് നല്ലത്. ഓക്കെ, നമുക്ക് പുറകോട്ട് പോകുന്നതനുസരിച്ച് നമുക്ക് ഇച്ചിരി പ്രയോറിറ്റി കുറവാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ നമ്മൾ ലാസ്റ്റ് എന്താണ് മാർക്കറ്റിൽ നടക്കുന്നത് അതിന് കുറച്ച് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കാം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ EMA ഇവിടെ യൂസ് ചെയ്യുന്നത്. കൂടുതൽ ആൾക്കാരും EMA തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ 20 എന്നുള്ളിടത്ത് നമുക്ക് 15 EMA ഉണ്ട്, 7 EMA ഉണ്ട്, 14 EMA ഉണ്ട്. അപ്പോൾ നമുക്ക് 20 എന്നത് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഒരു കോമൺ EMA ആണ്. ഓക്കെ, സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി. അതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ 20 എന്ന ഒരു പ്രൈസ് പോയിന്റ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ചിലവർ ചിലപ്പോൾ ഈ 20യുടെ എടുത്ത് 21 ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ ഒരു മെത്തേഡിൽ 20 ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സിമ്പിളായിട്ട് ഇതെന്താണ്? ക്ലിയർ ആയിട്ട് താഴോട്ടാണ് പോരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഡയറക്ഷൻ ഡൗൺ ട്രെൻഡ് സിമ്പിളായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഓക്കെ, ഇനി ഈ ഒരു EMA 20 കണ്ടോ മൾട്ടിപ്പിൾ ടൈമിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ട്. ബട്ട് ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കുറച്ച് മുകളിലേക്ക് വന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും അത് കണ്ടിന്യൂവേഷൻ വന്നു.
അപ്പോൾ എല്ലാ ടൈമിലും എക്സാക്റ്റ് ആയിട്ട് ഈ ഒരു പോയിന്റിൽ എടുക്കണമെന്നുണ്ടോ? ഇല്ല. അങ്ങനെ എടുക്കുമായിരുന്നെങ്കിൽ വളരെ എളുപ്പമായിരുന്നു. നമുക്ക് ആ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴത്തേന് സെല്ല് ചെയ്ത് വിട്ടാൽ മതി. അല്ലെങ്കിൽ മുകളിലേക്ക് പോകുകയാണെങ്കിൽ ആ ഒരു പോയിന്റിൽ വരുമ്പോൾ ബൈ ചെയ്താൽ മതി. ഓക്കെ, എക്സാക്റ്റ് ആയിട്ട് എല്ലാ സിറ്റുവേഷനിലും അത് വർക്കബിൾ അല്ല. ഓക്കെ, എങ്കിലും ഇത് കണ്ടോ എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആ ഒരു പ്രൈസ് ആക്ഷനെ വീണ്ടും വീണ്ടും അത് ആക്ട് ചെയ്ത് താഴോട്ട് പോകുന്നത്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കും എത്ര തവണയാണ് ആക്ട് ചെയ്തത്. ഓക്കെ, അപ്പം ഈ ഒരു EMA 20 എന്നത് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ആർക്ക് വേണമെങ്കിലും ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഇത് കാണുമ്പോൾ തന്നെ അറിയാം ജിൻഡൽസോ എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു ടൈം പീരീഡിൽ ഫെബ്രുവരി തൊട്ട് ജൂലൈ വരെ ഈ ഒരു ടൈം പീരീഡിൽ ഡൗൺ ട്രെൻഡാണ്. സിമ്പിൾ. ഓക്കെ, നമ്മളപ്പോൾ നവ എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്ക് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. നമ്മൾ ആദ്യമേ തന്നെ മന്ത്ലി ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അതെന്തിനാണ്? നമ്മൾ മൂവിങ് ആവറേജ് ഇട്ട് പ്രൈമറി ട്രെൻഡ് ഇതിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏറ്റവും പ്രൈമറി ട്രെൻഡ് ഏതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓക്കെ അത് ജസ്റ്റ് മൂവിങ് ആവറേജ് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. ഈ ഒരു FX എന്ന റീജിയണിൽ ഈ ഫംഗ്ഷനാണ്. ഇതിൻ്റെ അകത്ത് നമുക്കിവിടെ മൂവിങ് ആവറേജ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പം ഓരോ സ്റ്റോക്ക് ബ്രോക്കറിലും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ബട്ട് ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടും മൂവിങ് ആവറേജ് എന്ന് പറഞ്ഞ് കിട്ടും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ പീരീഡ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ എത്രയാണ്? നമ്മൾ 20 യൂസ് ചെയ്യുന്നത് കോമൺ ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ ഇത് സെറ്റ് ചെയ്ത് 20 എന്ന് കൊടുക്കാം. ഫീൽഡ് ക്ലോസ് തന്നെയാണ്, ക്ലോസിംഗ് പ്രൈസിനാണ് നമുക്ക് ഇമ്പോർട്ടൻസ് കൂടുതൽ. ഓക്കെ, ഇവിടെ ടൈപ്പ് ഏതാണ്? സിമ്പിൾ. നമുക്കിത് ചേഞ്ച് ചെയ്ത് എക്സ്പോണൻഷ്യൽ ആക്കണം. ബട്ട് നമുക്ക് സിമ്പിളിൽ എവിടെയാണ് ഡ്രോ ചെയ്യുന്നത്, അതുപോലെ തന്നെ എക്സ്പോണൻഷ്യലിൽ എങ്ങനെയാണ് ഡ്രോ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം, വേരിയേഷൻ ഒന്ന് നോക്കാം. ഓക്കെ, ആദ്യമേ നമുക്കിവിടെ 20ലേക്ക് കൊണ്ടുവരാം. 20 സിമ്പിൾ കളർ ഇവിടെ റെഡാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റെഡാണ് കൊടുത്തിരിക്കുന്നത് സിമ്പിൾ മൂവിങ് ആവറേജിന്. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഒരു ലൈൻ നമ്മുടെ ചാർട്ടിൽ ഡ്രോ ചെയ്ത്. അപ്പം ഈ ഒരു ലൈൻ കാണുമ്പോൾ തന്നെ എന്താണ്, നമുക്ക് ഇനി ഇതിൻ്റെ പ്രൈമറി ട്രെൻഡ് ഒന്ന് നോക്കുകയാണെങ്കിൽ ഇതുണ്ടോ 2005 തൊട്ട് 2000 ഈ ഒരു സിറ്റുവേഷൻ വരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് റൈസിങ് ആണ് മൂവിങ് ആവറേജ്. ഓക്കെ, ഇവിടെ കുറച്ച് താഴെ പോയായിരുന്നു. അപ്പോൾ താഴെ പോയി കഴിയുമ്പോൾ എന്താണ്, നമ്മൾ ഇതുണ്ടോ അതിനനുസരിച്ച് ഈ ഒരു കർവ് ഇങ്ങനെ ബെൻഡ് ആകാൻ തുടങ്ങി. ഇതുണ്ടോ ഇവിടെ നിന്ന് റൈസിങ് ആയിരുന്നു, ഇവിടെ വന്ന് ഇങ്ങനെ ഒരു കർവ് വന്നു. ഓക്കെ, അപ്പോൾ താഴോട്ട് പോകുന്നുണ്ടോ എന്നൊരു കൺഫ്യൂഷൻ വന്നു. ബട്ട് വീണ്ടും റൈസിങ് വന്നു. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ അറിയാം ഇത് മൂവിങ് ആവറേജ് റൈസിങ് ആയിരുന്നു. ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു സിറ്റുവേഷൻ വരെ അപ് ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ ഇത് കണ്ടോ ഇവിടെ നമുക്ക് സ്റ്റോക്ക് പ്രൈസ് താഴോട്ട് വന്നു, അതനുസരിച്ച് ഇത് കണ്ടോ ഇതൊരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, ഇനി ഈ ഒരു മൂവിങ് ആവറേജ് ഈ ഒരു റീജിയണിൽ ഈക്വൽ ലെവലിലാണ് ഡ്രോ ചെയ്തത്. അപ്പോൾ ഈ ഒരു റീജിയണിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇതൊരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ അക്യുമുലേഷനാണ് അവിടെ നടന്നത്. ഓക്കെ, അതിനുശേഷം ഇവിടെ ചെറിയ രീതിയിൽ അപ് ട്രെൻഡിലേക്ക് വന്നു, അതിനുശേഷം ഈ ഒരു റീജിയണിൽ ഡൗൺ ട്രെൻഡിലേക്ക് പോയി, വീണ്ടും സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡിലേക്ക് പോയി. അപ്പം നമ്മുടെ സ്ലോപ്പ് ഇവിടെ കണ്ടോ, ഈ ഒരു അപ് ട്രെൻഡിൻ്റെ സ്ലോപ്പും ഈ ഒരു അപ് ട്രെൻഡിൻ്റെ സ്ലോപ്പും കണ്ടോ. അപ്പം എത്ര വലിയ സ്ലോപ്പാണോ അത്ര സ്ട്രോങ് ആണ്, അത്ര മൊമെൻറ്റം ഉണ്ട്. അതേസമയത്ത് ഇങ്ങനെ ഒരു സ്ലോപ്പാണ് കിട്ടുന്നതെങ്കിൽ അവിടെ എന്താണ്, അവിടെ സ്ലോപ്പ് ചെറുതാണ്. അപ്പോൾ ഇവിടെ ഏതിൻ്റെ അകത്താണ് സ്ട്രെങ്ത് ഉള്ളത്, ഇതിനകത്താണ് സ്ട്രെങ്ത് ഉള്ളത്. ഇതിനെന്താണ്, ഇത് വീക്കാണ്, ഈ ഒരു ട്രെൻഡ് വീക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ട്രെങ്തും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു സിമ്പിൾ മൂവിങ് ആവറേജ് ക്ലിയർ ആയിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ, ഏത് സിറ്റുവേഷനിൽ നമുക്ക് ഈ ഒരു 2020 തൊട്ട് നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഒരു 2023 വരെ ക്ലിയർ ആയിട്ട് ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഇത്ര ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, വലിയൊരു ടൈം ഫ്രെയിമിൽ പ്രൈമറി ട്രെൻഡ് എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മന്ത്ലി ചാർട്ട് ഓപ്പൺ ആക്കി കഴിയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു റീജിയൺ ഇവിടെ നിന്നൊരു 20 ക്യാൻഡിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ ഈ ഒരു 20 ക്യാൻഡിലിൻ്റെ ക്ലോസിംഗ് പ്രൈസുകളെല്ലാം ആഡ് ചെയ്തതിന് ശേഷം ആ ഒരു 20 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഈ ഒരു പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, ഈ ഒരു പോയിന്റ് കിട്ടുന്നത്. ഓക്കെ, അതിനുശേഷം വീണ്ടും നെക്സ്റ്റ് മന്ത് കഴിയുമ്പോൾ എന്താണ്, ഈ ഒരു പഴയ ഈ ലാസ്റ്റിൽ നിന്ന് ഒരു മന്ത് ഔട്ടാവും. അതിനുശേഷം മുമ്പോട്ട് പോകുമ്പോഴത്തേനും അടുത്ത മാസവും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ആഡായിട്ട് ഇങ്ങനെ ഒരു ലെവൽ കിട്ടും. ഓക്കെ, അപ്പം നെക്സ്റ്റ് മാസം ആയി കഴിയുമ്പോൾ എന്താണ്, ഇങ്ങനെ ഫ്രണ്ടിലേക്കുള്ള ഇത്രയും കിട്ടും. അപ്പോൾ അത് ഡിവൈഡ് ചെയ്തിട്ട് അതിൻ്റെ ക്ലോസിങ് കൂട്ടിയാണ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോൾ എങ്ങനെയാണ്,
ഈ ഒരു പുറകിലത്തെ ഇവിടുന്ന് അടുത്ത മാസം കട്ട് ചെയ്യും. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ ഈ ഒരു മുകളിലേക്കുള്ള മാസം അത് തമ്മിൽ ഉള്ള ക്ലോസിംഗ് പ്രൈസുകളെല്ലാം ആഡ് ചെയ്തിട്ട് 20 മന്തിലെയും ക്ലോസിംഗ് പ്രൈസുകളെല്ലാം ആഡ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പോയിന്റ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് കഴിയുമ്പം ഇത് കണ്ടോ ഇങ്ങനൊരു ലൈനാണ് കിട്ടുന്നത്. അങ്ങനെയാണ് സിമ്പിൾ മൂവിങ് ആവറേജ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമ്മൾ പറഞ്ഞു ഈ പുറകിൽ നിന്ന് ഓരോന്നായിട്ട് കട്ട് ചെയ്ത് പോകും. നമ്മൾ മുകളിൽ ഇങ്ങനെ ഓരോ മാസം ആഡ് ചെയ്ത് പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു 20 ക്യാൻഡിൽസ് മാത്രമാണ് എടുക്കുകയുള്ളൂ. ഏത് ടൈമിലാണെങ്കിലും നമ്മൾ 20 EMA ആണ് എടുക്കുന്നതെങ്കിൽ SMA ആണ് എടുക്കുന്നതെങ്കിൽ 20 ആണ് ഉപയോഗിക്കുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് EMA അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമുക്ക് EMA ആണ് വേണ്ടത്. വീണ്ടും മൂവിങ് ആവറേജിലേക്ക് തന്നെ വന്നു. നമ്മൾ 50 എന്നുള്ളത് എന്താണ് ചേഞ്ച് ചെയ്ത് 20ലേക്ക് വന്നു. നമ്മൾ 20 യൂസ് ചെയ്യുന്നത്. ക്ലോസിങ് തന്നെയാണ് വേണ്ടത്. അതുപോലെ തന്നെ സിമ്പിൾ എന്നതിൻ്റെ അകത്ത് നമുക്കിവിടെ എക്സ്പോണൻഷ്യൽ എന്ന് പറഞ്ഞ് കാണാൻ സാധിക്കും. അപ്പോൾ ഇതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ എക്സ്പോണൻഷ്യൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കാം തിരിച്ചറിയുന്നതിന് വേണ്ടി. ഞാനിവിടെ കളർ മാറ്റി. ഞാനിവിടെ ഗ്രീൻ കളറാണെന്ന് സെലക്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഗ്രീൻ കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഡൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമുക്കിവിടെ 2 മൂവിങ് ആവറേജ് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇതെന്താണ് EMAയും SMAയും ആണ്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ട് EMA യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ കാരണം ഇത് കണ്ടോ, സെയിം 20 EMAയും 20 SMA ആണ്. ബട്ട് ഇത് തമ്മിൽ എക്സാക്റ്റായിട്ട് ഒരേപോലെയല്ല വരച്ചേക്കുന്നത്. ഇവിടെ കണ്ടോ പ്രൈസിനോട് ചേർന്നായിരിക്കും EMA നിൽക്കുന്നത്. ഇത് കണ്ടോ പ്രൈസിനോട് ചേർന്നായിരിക്കും ഈ ഒരു ഗ്രീൻ ലൈൻ നിൽക്കുന്നത്. കണ്ടോ ഈ ഒരു SMA-നേക്കാളും കുറച്ചും കൂടെ പ്രൈസിനോട് ചേർന്നായിരിക്കും EMA നിൽക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ലാസ്റ്റ് ക്യാൻഡിൽസിന് പ്രയോറിറ്റി കൂടുതലാണ്. ഇത് കണ്ടോ ഈ ഒരു പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്ന ഏതാണ്, ഈ ഒരു EMA ആണ്. ഇവിടെ എന്താണ് പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്നത് എന്താണ്, EMA ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ കണ്ടോ ഇവിടെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്നത് എന്താണ്, ഈ ഒരു ഗ്രീൻ ലൈൻ ഏതാണ്, EMA ആണ്. അപ്പം ഈ ഒരു EMA ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും പ്രൈസിനോട് ചേർന്ന് നിൽക്കുന്നതാണ് വേണ്ടത്. കാരണം എന്താണ്, ഇവിടെ ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ 20 ടൈം ഫ്രെയിം തന്നെയായിരിക്കും ഇവിടെ എടുക്കുന്നത്. ബട്ട് ഇതിൻ്റെ ആവറേജിങ് വരുമ്പം ഈ ഉള്ള മന്തിന് ലാസ്റ്റ് മന്തുകൾക്ക് പ്രയോറിറ്റി കൂടുതലുണ്ട്. അപ്പം അത് ആവറേജ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മുടെ ആവറേജ് വാല്യൂ SMA-നേക്കാളും കുറച്ച് കൂടുതലായിരിക്കും. അത് പ്രൈസ് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ, പ്രൈസ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ എന്താണ് ലാസ്റ്റ് വാല്യൂവിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്, പ്രയോറിറ്റി വെയിറ്റേജ് കൂടുതലുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്താണ് ഈ ഒരു EMA കുറച്ചും കൂടെ ചേർന്ന് താഴോട്ടാണ് പോരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത്രയും വേരിയേഷനാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഏകദേശം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് ഒരു കാര്യം തന്നെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം, SMA നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ SMA കട്ട് ചെയ്ത് കളഞ്ഞു. അതുപോലെ തന്നെ EMAയിൽ എന്താണ് ലാസ്റ്റ് ക്യാൻഡിൽസിന്, ലാസ്റ്റ് ടൈം ഫ്രെയിമിന്, ടൈം പീരീഡിന് ഇമ്പോർട്ടൻസ് കൂടുതലുണ്ട്, വെയിറ്റേജ് കൂടുതലുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ EMA മാത്രമാണ് ഇവിടെ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ നമുക്ക് ഇപ്പം നമ്മൾ ഇത് മന്ത്ലിയിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ നമ്മൾ എന്താണ് ഡൗൺ ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി വീക്ക്ലിയിലോട്ട് വന്ന് നമ്മൾ ചാർട്ട് ഓപ്പൺ ആക്കേണ്ടതായിട്ടുണ്ട്. വീക്ക്ലിയിൽ എന്താണ്, വീക്ക്ലിയിൽ കണ്ടോ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ ഇതുണ്ടോ, വീക്ക്ലിയിൽ കണ്ടോ ഈ ഒരു ട്രെൻഡ് ഈ ഒരു റീജിയണിൽ നിന്ന് ഡൗൺ ട്രെൻഡ് ആയിരുന്നു. അപ്പോൾ ഡൗൺ ട്രെൻഡ് വരുന്ന സമയത്ത് എന്താണ് ഏകദേശം ഈ ഒരു റീജിയണിൽ മൾട്ടിപ്പിൾ ആയിട്ട് റെസിസ്റ്റൻസ് എടുത്തിട്ടാണ് താഴോട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ അതിന് മുകളിലേക്കൊന്ന് സർവൈവ് ചെയ്യാൻ നോക്കി, വീണ്ടും അതായത് ഒരു ഫാൾസ് ആയിട്ട് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു. ബട്ട് അതിനുശേഷം അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടിയില്ല, വീണ്ടും താഴോട്ട് വന്നു. ഇവിടെ വന്നപ്പോൾ എന്താണ് വീണ്ടും ആ ഒരു EMAയ്ക്ക് മുകളിൽ വീണ്ടും കയറി ഇങ്ങനെ പതുക്കെ അപ് ട്രെൻഡിലേക്ക് വരാൻ തുടങ്ങി. സപ്പോർട്ട് എടുത്തു, അപ് ട്രെൻഡിലേക്ക് വരാൻ തുടങ്ങി. കണ്ടോ അപ് ട്രെൻഡ് മൂവ് ചെയ്ത് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോയി. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ എന്താണ് ക്ലിയർ ആയിട്ട് സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. ഇവിടെ എന്താണ് സ്റ്റോക്ക് ഡൗൺ ട്രെൻഡാണ്. നമുക്ക് ഈ ഒരു ഡൗൺ ട്രെൻഡിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ എൻട്രി എടുക്കുമോ, ഇല്ല. നമുക്ക് ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് ഐഡൻറ്റിഫൈ ചെയ്യുകയില്ല. ജസ്റ്റ് EMA ഇട്ട് കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഡൗൺ ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്കെങ്കിൽ നമ്മൾ ആ ഒരു സ്റ്റോക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ അവോയ്ഡ് ചെയ്യും. അതേ സമയത്ത് നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു സ്റ്റോക്ക് നിൽക്കുന്നതെങ്കിൽ ഓക്കെ, ഇതെന്താണ് ഈ ഒരു സ്റ്റോക്ക് ഈ ഒരു കറണ്ട് പ്രൈസിൽ അപ് ട്രെൻഡിൽ തന്നെയാണ് പോകുന്നത്. ഓക്കെ, അത് റൈസിങ് ആണ്, EMA റൈസിങ് ആണ്. ഇവിടെ എന്താണ് EMA ഫാളിങ് ആണ്. ഈ ഒരു സിറ്റുവേഷനിൽ എന്താണ് നമ്മൾ ഈ സ്റ്റോക്ക് ഓപ്പൺ ആക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ എന്താണ് ഈ ഒരു EMA റൈസിങ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കിത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും, ഇതൊരു അപ് ട്രെൻഡിലാണ്. ഓക്കെ, ഈ ഒരു റീജിയണിൽ എന്താണ് ഈ ഒരു റീജിയണിൽ EMA താഴെയാണ്. ഓക്കെ, അത് ഫാളിങ് ആണ്. നമുക്ക് എൻട്രി ഉണ്ടോ, ഇല്ല. അതുപോലെ തന്നെ നമുക്കിവിടെ കൺസോൾട്ടേഷൻ കാണാൻ സാധിക്കും.
ഇതുണ്ടോ, ഈ ഒരു റീജിയൻ കണ്ടോ, ഈ ഒരു റീജിയൻ ഈക്വൽ ആയിട്ട് പോയി. അവിടെ എന്താണ് ഒരു കൺസോൾട്ടേഷൻ, ഒരു സൈഡ് വേസ് മാർക്കറ്റാണ് കാണാൻ സാധിച്ചത്. ഈക്വൽ ആയിട്ടുള്ള ഹൈസും ഈക്വൽ ആയിട്ടുള്ള ലോസും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം ഡോ തിയറി എന്താണ് പറയുന്നത്, ഡൗൺ ട്രെൻഡിന് ശേഷം ഒരു സൈഡ് വേസ് മാർക്കറ്റ് അല്ലെങ്കിൽ അക്യുമുലേഷൻ നടന്നിട്ടാണ് വീണ്ടും മുകളിലേക്ക് പോകുന്നതെന്ന്. അപ് ട്രെൻഡ് കിട്ടി. അപ്പോൾ അത് ഈ ഒരു EMA എന്ന് പറഞ്ഞ ഒരു ഇത് നമുക്കത് സപ്പോർട്ട് തന്നു. വീണ്ടും ഇവിടെ പോയി കഴിഞ്ഞപ്പോൾ എന്താണ്, ചെറിയ രീതിയിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ ഫേസ് ഒക്കെ നടന്നു. അപ്പോൾ എക്സാക്റ്റ് ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ ചാർട്ടിൽ കിട്ടത്തില്ല. നമുക്ക് എക്സ്പീരിയൻസ് ആകുന്നതനുസരിച്ച് ഓരോ കാര്യങ്ങളും ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ്, ഇത് ക്ലിയർ ആയിട്ട് വീക്കിലിയിൽ ഈ ഒരു സിറ്റുവേഷനിൽ അപ് ട്രെൻഡിലാണ്. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ സപ്പോർട്ട് എടുത്തിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഡെയിലിയിലോട്ട് പോകാം. അപ്പോൾ ഡെയിലിയിലോട്ട് പോയി കഴിയുമ്പോൾ ഇത് കണ്ടോ, ഡെയിലിയിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ അകത്തുള്ള സെക്കൻഡറി ട്രെൻഡിനും അകത്തുള്ള ചെറിയ ട്രെൻഡുകൾ കിട്ടും. അപ്പം ഈ ഒരു സിനാരിയോയിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഒരു 2023 തൊട്ട് ഈ ഒരു സിറ്റുവേഷൻ വരെ ഇതെന്തായിരുന്നു, ഒരു സൈഡ് വേസ് ആയിരുന്നു മാർക്കറ്റ്. ഓക്കെ, ഇതൊരു സൈഡ് വേസ് ആയിരുന്നു. അതിനുശേഷം എന്താണ്, ഇവിടെ ഒരു ബ്രേക്ക് ഔട്ട് തന്നു. ഓക്കെ, അതിനുശേഷം ഹൈ ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നമ്മൾ എൻട്രി കണ്ടെത്തേണ്ടത്. എൻട്രി ഇത് കണ്ടോ, ഈ ഒരു റീജിയനിൽ വന്ന് സപ്പോർട്ട് എടുത്തു, ബ്യൂട്ടിഫുൾ ആയിട്ട് വീണ്ടും സപ്പോർട്ട് എടുത്തു. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ ഈ സ്റ്റോക്ക് എന്താണ്, EMA 20 റൈസിംഗ് ആണ്, ഈ ഒരു സ്റ്റോക്ക് അപ് ട്രെൻഡിലാണ്. അപ്പോൾ നമുക്ക് നല്ലൊരു എൻട്രിയാണ് കണ്ടെത്തേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഡോ തിയറി അനുസരിച്ച് ഇവിടെ ഒരു കൺസോൾട്ടേഷന് ശേഷം അല്ലെങ്കിൽ സൈഡ് വേസ് മാർക്കറ്റിന് ശേഷം ഇത് വീണ്ടും മാർക്കപ്പ് സ്റ്റേജ് അല്ലെങ്കിൽ അപ് ട്രെൻഡിലേക്ക് പോയി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ടിൽ നിന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ഈ ഒരു സിനാരിയോയിൽ ഒരു ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഓക്കെ, ഇവിടെ ഈക്വൽ ആയിട്ടൊരു സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കണ്ടു. ഈക്വൽ റീജിയനിൽ ഈ ഒരു റീജിയൻ ഒരു നല്ല റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു, ഈ ഒരു റീജിയൻ. ഓക്കെ, അപ്പം ഇവിടെ അത് ബ്രേക്ക് ഔട്ട് തന്നു. ബ്രേക്ക് ഔട്ടിന് ശേഷം കുറച്ച് കൂടുതൽ താഴോട്ട് വന്നു. ഇപ്പോൾ താഴോട്ട് വന്നപ്പോൾ എന്താണ്, നമ്മുടെ EMAയിൽ സപ്പോർട്ട് എടുത്തു. നമ്മുടെ ഈ ഒരു ലെവലിൽ റീടെസ്റ്റിന് വേണ്ടി വന്നപ്പം അതിന് താഴെ വന്ന് EMAയിലാണ് സപ്പോർട്ട് എടുത്തത്. നമുക്കങ്ങനെ പല കാര്യങ്ങൾ കമ്പൈൻ ചെയ്ത് ഓരോ കാര്യങ്ങളും പഠിക്കേണ്ടതും അനാലിസ് ചെയ്യേണ്ടതും ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, മൂവിങ് ആവറേജിൽ പഠിക്കുന്നത് എന്താണ്, നമുക്ക് റൈസിംഗ് ആണോ ഫാളിംഗ് ആണോ നോക്കുക. അപ്പോൾ നമുക്ക് വലിയൊരു ടൈം ഫ്രെയിമാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രൈമറി ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യാം. നമുക്ക് പ്രൈമറി ട്രെൻഡ് അപ് ട്രെൻഡ് ആയിരിക്കണം. അതുപോലെ തന്നെ വീക്കിലിയിലും ഡെയിലിയിലും നല്ല എൻട്രി കണ്ടെത്തുന്നതിനും ഈ ഒരു മൂവിങ് ആവറേജ് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് വീക്കിലിയിൽ അല്ലെങ്കിൽ ഡെയിലിയിൽ വരുമ്പം ഈ ഒരു പ്രൈമറി ട്രെൻഡിൻ്റെ അകത്ത് നടക്കുന്ന ട്രെൻഡ് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് പ്രൈമറി ട്രെൻഡിൻ്റെ അകത്ത് നമുക്ക് അപ് ട്രെൻഡ് വരുന്ന സിറ്റുവേഷനിലാണ് നമ്മൾ എൻട്രി എടുക്കുന്നത്. ഓക്കെ, നമുക്ക് എക്സാക്റ്റ് ആയിട്ടൊരു എൻട്രി എടുക്കാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ RK4 എന്ന് പറയുന്ന സ്റ്റോക്കിൻ്റെ മന്ത്ലി ക്യാൻഡിൽ സ്റ്റിക് ചാർട്ട് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ എന്താണ് മൂവിങ് ആവറേജ് റൈസിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇനി കുറച്ചും കൂടെ മുകളിലേക്ക് എന്താണ്, ഒരു അപ് ട്രെൻഡ് ആണ് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. കണ്ടോ, ഇത്രയും ഒരു അപ് ട്രെൻഡ് കിട്ടി. അതിനുശേഷം എന്താണ്, ഈ ഒരു സ്റ്റോക്ക് താഴോട്ട് ട്രേഡ് ചെയ്യാൻ തുടങ്ങി, ഇവിടെ ഫാൾ ആകാൻ തുടങ്ങി. അപ്പം അതിൻ്റെ കണ്ടിന്യൂവേഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു റീജിയനിൽ നമുക്ക് എൻട്രി ഒന്നും ഇല്ല. ഈ ഒരു സ്റ്റോക്കിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്കിൽ സ്വിംഗ് ട്രേഡിങ്ങിന് വേണ്ടി കൺസിഡർ ചെയ്യുകയേ ഇല്ല. അതേ സമയത്ത് അങ്ങനെയുള്ള ലോയിലേക്ക് വരുമ്പം വില കുറഞ്ഞ് കിട്ടുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് ഇതിൻ്റെ അത് പതുക്കെ എൻട്രി എടുക്കാൻ തുടങ്ങും. ആ ഒരു താഴത്തെ ബോട്ടം ലെവലിൽ എത്തിക്കും. ഇങ്ങനെ വീഴുന്ന മാർക്കറ്റിലല്ല എൻട്രി എടുക്കുന്നത്, അത് വീണ് വന്ന് ഒരു റീജിയനിൽ വന്ന് തങ്ങി നിൽക്കുമ്പം ആ ഒരു ലെവലിലാണ്. അപ്പം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്, ഈ ഒരു റീജിയനിൽ എന്താണ്, പതുക്കെ സപ്പോർട്ട് എടുക്കുന്നുണ്ട്, മുകളിലേക്ക് വന്നു. അപ്പം കണ്ടോ, അപ്പോൾ ഇവിടെ എന്താണ്, ഈ ഒരു റീജിയണ് വീണ്ടും മുകളിലേക്ക് വന്നു, പതുക്കെ ഈ ഒരു EMA മൂവ് ചെയ്യാൻ തുടങ്ങി മുകളിലേക്ക്. അപ്പോൾ ഇതെന്താണ്, വീണ്ടും അപ് ട്രെൻഡിലേക്ക് വന്നു ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, അതിനുശേഷം ആ ഒരു അപ് ട്രെൻഡ് കുറച്ചാൽ വന്നുള്ളൂ. അതിനുശേഷം വീണ്ടും അത് താഴോട്ട് വന്നു. കണ്ടോ, ആ ഒരു ട്രെൻഡ് ഈ ഒരു റീജിയണിൽ നിന്ന് ഇവിടം വരെ വന്നു. അതിനുശേഷം വീണ്ടും റൈസിങ്ങിലേക്ക് വന്നു, ഇവിടെ നിന്ന് റൈസിങ്ങിലേക്ക് വന്നു. കണ്ടോ, ഇതിന് മുകളിലേക്ക് വന്നു. കണ്ടോ, റൈസിങ്ങിലേക്ക് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റം, വലിയൊരു മൂവാണത്. മന്ത്ലി വ്യൂ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, ഒരു ചെറിയ മൂവ് അല്ല അത്. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇതിന് താഴെ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും അത് ഒരു ഡൗൺ ട്രെൻഡിലേക്ക് പോയി. ഇവിടെ വന്നിട്ട് ഇത് കണ്ടോ, ആ ഒരു റീജിയനിൽ വീണ്ടും റെസിസ്റ്റൻസ് എടുത്തു. അതിനുശേഷം അത് ബ്രേക്ക് ഔട്ട് തന്നു, മുകളിലേക്ക് പോയി. അപ്പോൾ വീണ്ടും അപ് ട്രെൻഡിലേക്ക് പതുക്കെ പിടിക്കുന്നത് പോലെ ഫീൽ ചെയ്തു. അവിടെ അപ് ട്രെൻഡിലേക്ക് പിടിച്ചു, ഇത്രയും വീണ്ടും ഒരു മൂവ്മെൻറ്റം കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് പ്രീവിയസ്ലി ഈ ഒരു റീജിയൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് റീജിയൻ ആയിരുന്നു. അവിടെ നിന്ന് വീണ്ടും എക്സാക്റ്റ് ആയിട്ട് പ്രൈസ് റിജക്ഷൻ തന്നു. കണ്ടോ, ഇവിടെ നിന്ന് വീണ്ടും ഈ ഒരു മൂവിങ് ആവറേജ് ഫാളിങ് വന്നു. സ്റ്റോക്ക് വീണ്ടും സപ്പോർട്ട് എടുത്ത് താഴോട്ട് പോരുന്നു, റെസിസ്റ്റൻസ് എടുത്ത് താഴോട്ട് പോരുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഇത് കണ്ടോ,
ഈ ഒരു ഫാളിംഗ് ആയിരുന്നു, അതിനൊപ്പം ഇവിടം വരെ വന്നു. ഇത് വീണ്ടും കട്ട് ചെയ്ത് മുകളിൽ കയറി, സ്റ്റോക്ക് വീണ്ടും അപ് ട്രെൻഡിലേക്ക് വന്നു. ഇത് കണ്ടോ? ഓക്കെ, അപ്പോൾ ഇതിങ്ങനെ മുകളിലേക്ക് പോയി. ഇത് കണ്ടോ? അപ് ട്രെൻഡിലാണ് സ്റ്റോക്ക് ഇപ്പോഴും നിലവിലുള്ള സിറ്റുവേഷനിൽ. അപ്പോൾ ഇവിടെ കണ്ടോ റീടെസ്റ്റിന് വേണ്ടി വന്നത്. ഈ ഒരു പോയിൻറ്റും തമ്മിൽ ചേർത്ത് നമ്മൾ റെസിസ്റ്റൻസ് ഡ്രോ ചെയ്തിരുന്നെങ്കിൽ ആ ഒരു സോണിലേക്ക്, ഇത് കണ്ടോ, ഈ ഒരു സോണിലേക്ക് സ്റ്റോക്ക് മുകളിലേക്ക് പോയി കഴിഞ്ഞപ്പം ആ ഒരു സോണിൽ വന്ന് റീടെസ്റ്റ് ചെയ്തു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഇത് ബ്രേക്ക് ഔട്ട് തന്നതിന് ശേഷം സോണിൽ വന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ അത് ക്ലിയർ ആയിട്ട് അത് റീടെസ്റ്റ് എടുത്തു എന്ന് പറയാൻ സാധിക്കും. ആ ഒരു റീടെസ്റ്റ് എടുക്കാൻ വന്ന റീജിയൻ ഏതാണ്? ആ റീടെസ്റ്റ് എടുക്കാൻ വന്ന റീജിയൻ നമ്മുടെ റീടെസ്റ്റ് എടുക്കാൻ വന്ന റീജിയൻ ഏതാണ്? ഓക്കെ, ഈ ഒരു പോയിൻറ്റും തമ്മിൽ ഇങ്ങനെ വന്ന് ഈ ഒരു റീജിയനിൽ അത് ബ്രേക്ക് ഔട്ട് തരുമായിരുന്നു. നല്ല വോളിയം ഉണ്ട് ഇവിടെ. അതിനുശേഷം എന്താണ്? അത് വീണ്ടും റീടെസ്റ്റിന് വന്നു. അപ്പോൾ റീടെസ്റ്റിന് വന്നപ്പം ഈ ഒരു ലെവലിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു ലെവലിനും വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഈ ഒരു മൂവിങ് ആവറേജിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ പറഞ്ഞു മൂവിങ് ആവറേജിലോട്ട് വരുമ്പോഴത്തേക്ക് സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ട് ഇത് കണ്ടോ, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു അപ്സൈഡ് മൊമെൻറ്റമാണ് തന്നത്. കാരണം എന്താണ്? ഇത്രയും 2016-ലും 2018-19 കാലത്തിലും ഉള്ള ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ട് തന്നു. ആ ഒരു റെസിസ്റ്റൻസ് കാരണം ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പം അതിന് മുകളിലേക്ക് യഥാർത്ഥ ബ്രേക്ക് ഔട്ട് തന്നപ്പം ഇത് കണ്ടോ, എന്ത് മനോഹരമായിട്ടുള്ള അപ്സൈഡ് മൊമെൻറ്റമാണ് തന്നത്. ഓക്കെ, നമുക്ക് ഈ ഒരു റീജിയനിലൊക്കെ നമുക്ക് എൻട്രി എടുക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ബ്രേക്ക് ഔട്ടിന് ശേഷം അതിമനോഹരമായിട്ടുള്ള റാലി, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള റാലിയാണ് നമുക്ക് RK4 എന്ന് പറഞ്ഞ സ്റ്റോക്ക് തന്നത്. അപ്പോൾ ഇവിടെ എന്താണ് ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ മന്ത്ലിയിൽ ക്ലിയർ ആയിട്ട് പ്രൈമറി ട്രെൻഡ് എന്താണ്? അപ് ട്രെൻഡാണ്. ഓക്കെ, ഇനി ഈ ഒരു അപ് ട്രെൻഡിൻ്റെ അകത്ത് മറ്റേതെങ്കിലും ട്രെൻഡ്സ് ഫോം ചെയ്യുന്നുണ്ടോ അത് നോക്കണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അല്ലെങ്കിൽ നമ്മൾ എൻട്രി കണ്ടെത്തുന്നതിന് എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സെക്കൻഡറി ട്രെൻഡ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. വീക്കിലിലേക്ക് വന്നപ്പോൾ എന്താണ്? ഈ ഒരു റീജിയണിൽ ഇതൊന്ന് സൈഡ് വേസിലേക്ക് പോയായിരുന്നു. ഓക്കെ, അതിനുശേഷം വീണ്ടും ഇത് അപ് ട്രെൻഡിലേക്ക് വന്നു. ഇതുണ്ടോ, സപ്പോർട്ട് എടുത്ത് പോകുന്നുണ്ടോ? ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇവിടെ ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള അപ് ട്രെൻഡാണ്. അപ്പം ഇവിടെ നിന്ന് ഈ മുകളിലേക്ക് പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്? മൂവിങ് ആവറേജ്. ഈ ഒരു ലാസ്റ്റ് റീജിയണിലെ പ്രൈസ് നല്ല രീതിയിലാണ് പോകുന്നത്. അതാണ് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മൂവ്. ഓക്കെ, നല്ല രീതിയിൽ ഇതിൻ്റെ സ്ലോപ്പ് കണ്ടോ, ഇത്രയും വലിയൊരു സ്ലോപ്പാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് സ്ട്രോങ് ആണ് ഈ ഒരു ട്രെൻഡ്. ഓക്കെ, നമ്മുടെ ഒരു EMLT പോലും വരാതെയാണ് ഈ ഒരു സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത്. ഈ ഒരു റീജിയണിലേക്ക് പോലും സപ്പോർട്ട് എടുക്കാൻ വരുന്നില്ല. അതെന്താണ്? ഇവിടെ സ്ട്രോങ് ആണ് ഈ ഒരു സ്റ്റോക്ക്. ഓക്കെ, അപ്പം ഇനി ഡെയിലിയിലോട്ടൊന്ന് പോയി നോക്കാം. ഡെയിലിയിലോട്ട് പോയി കഴിയുമ്പോൾ കണ്ടോ, ഇപ്പം ഡെയിലിയിലോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു റീജിയൻസ് കണ്ടോ നമുക്ക് ചേർന്ന് കിട്ടും. കുറച്ചും കൂടെ നമ്മുടെ ട്രെൻഡ് ലൈനോട് ചേർന്ന് സപ്പോർട്ട് എടുത്ത് മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഓക്കെ, കണ്ടോ എന്ത് മനോഹരമായിട്ടാണ് ഇവിടുത്തെ പ്രത്യേകത കണ്ടോ? ഈ ഒരു സ്റ്റോക്ക് EMA20 ഈ ഒരു ട്രെൻഡ് ലൈനിൽ ഈ ഒരു ടൈം ഡ്യൂറേഷനിൽ നമുക്ക് നോക്കാം. ഈ ഒരു ടൈം ഡ്യൂറേഷൻ പഠിക്കുവാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഈ ഒരു ട്രെൻഡ് EMA20 ടച്ച് ചെയ്യാതെ അതിന് മുകളിലത്തെ റീജിയനിൽ വന്ന് ടച്ച് ചെയ്ത് പോവാണ്. ഓക്കെ, കണ്ടോ, ടച്ച് ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇനി മുമ്പോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് ആ ഒരു മൊമെൻറ്റം എക്സ്പെക്റ്റ് ചെയ്യാം ഒരു സ്റ്റോക്കിൽ. കണ്ടോ, ഇവിടെ വന്നപ്പോൾ ടച്ച് ചെയ്തോ? ഇല്ല. ടച്ച് ചെയ്യാൻ കഷ്ടി വന്ന് ടച്ച് ചെയ്തിട്ട് വീണ്ടും പോയി. ഇവിടെ വന്നപ്പോഴും അതിനോട് ചേർന്ന് വന്നിട്ട് പോവാണ്. ഇവിടെ വരുമ്പോഴും എന്താണ്? ഇത് ടച്ച് ചെയ്യുന്നതിന് മുമ്പ് മുകളിലേക്ക് പോകാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പം ചില സ്റ്റോക്കുകൾ എന്താണ്? എക്സാക്റ്റായിട്ട് ടച്ച് ചെയ്തിട്ടായിരിക്കും പോകുന്നത്. ചില സ്റ്റോക്കുകൾ എന്താണ്? കുറച്ച് ഇങ്ങനെ വന്ന് കുറച്ച് ഇതിൻ്റെ അകത്തോട്ട് വന്ന് കുറച്ച് ഇങ്ങനെ വന്ന് കുറച്ച് കൂടുതലായിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, ചില സ്റ്റോക്കുകൾ എന്താണ്? ഇങ്ങനെ കുറച്ച് മുകളിൽ കൂടെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, നമ്മുടെ ട്രെൻഡ് ലൈനിലേക്ക് വന്ന് സപ്പോർട്ട് എടുക്കില്ല എന്ന് പറയുന്നത് സപ്പോർട്ട് അല്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അല്ല. നമ്മൾ പഴയ ആ ഒരു ചാർട്ടിൻ്റെ എന്താണ് ക്യാരക്ടറിസ്റ്റിക്സ് കാണിക്കുന്നത്, അത് ആ ഒരു ചാർട്ടിൻ്റെ ആ ഒരു സ്റ്റോക്കിൻ്റെ സ്വഭാവം എന്താണ്, ആ ഒരു ചാർട്ടിൻ്റെ സ്വഭാവം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താണ് നമ്മൾ കണ്ടെത്തിയത്? ഇത് ഇതിനോട് ചേരുന്നില്ല. അതുപോലെ തന്നെ ചില ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോഴത്തേനും നമുക്ക് ഇവിടെ 20 EMA ഒക്കെ മൂവ് ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. ഈ ഒരു സ്റ്റോക്ക് കുറച്ച് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ കുറച്ച് മുകളിലേക്ക് ഇങ്ങനെ മാറിയായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ഈ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പം ഇനിയും മുമ്പോട്ട് പോകുമ്പോഴത്തേനും ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം വീണ്ടും അടുത്തിട്ട് വരുന്നതനുസരിച്ച് ഇതിന് താഴെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ ഒത്തിരി സ്ട്രെങ്ത് കുറഞ്ഞു എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പം
നമുക്ക് ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഡ്രോ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഫോം ചെയ്യുന്നുണ്ട്, ഗ്യാപ്പ് ഫോം ചെയ്തിട്ടാണ് പോകുന്നതെങ്കിൽ ആ ഒരു ഗ്യാപ്പ് അടുത്ത തവണ വരുമ്പം ഇങ്ങനെ വന്നു, പിന്നത്തെ വരുമ്പോൾ ഇങ്ങനെ താഴോട്ട് പോവുകയാണെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്താണ്? സോറി, ഇങ്ങനെ താഴോട്ടാണ് വരുള്ളൂ EMA. ഇങ്ങനെയാണ് പോരുന്നതിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവിടെ സ്ട്രെങ്ത് കുറയുവാണ്. ഇത് കണ്ടോ, ഇത് നേരെയായി, അതുപോലെ തന്നെ ഇത് കുറച്ചും കൂടെ ഇതിനോട് അടുത്ത് വരാൻ തുടങ്ങി. ഇനി ഇതിൻ്റെ താഴെ ട്രേഡ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മളിത് പതുക്കെ ഡൗൺ ട്രെൻഡിലേക്ക് മാറി. അപ്പം ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ ഒരു സ്റ്റോക്ക് പിന്നെ യൂസ് ചെയ്യത്തേ ഇല്ല, അവിടെ നമ്മൾ മാറി നിൽക്കും ആ ഒരു സ്റ്റോക്കിൽ നിന്ന്. ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് 1-2 എക്സാമ്പിളും കൂടെ പെട്ടെന്ന് എടുത്ത് നോക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ കോൾടെയിൽ പാർട്ടിയിൽ എന്ന് പറഞ്ഞൊരു സ്റ്റോക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ മന്ത്ലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഇവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു ടൈം പീരീഡിൽ എന്താണ്, ഇതൊരു സൈഡ് വേസ്, ഒരു ഡൗൺ, ചെറിയൊരു ബിയറിഷ് ആയിട്ടുള്ള ഒരു ട്രെൻഡാണ്. ഇവിടെ എന്താണ്, ഇതൊരു അപ് ട്രെൻഡാണ്. ഇവിടെ എന്താണ്, ഡൗൺ ട്രെൻഡാണ്, അപ് ട്രെൻഡാണ്, ഡൗൺ ട്രെൻഡാണ്. ഇപ്പോൾ എന്താണ്, അപ് ട്രെൻഡാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനൊപ്പം തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇവിടെ ഈ ഒരു പോയിന്റിന് ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടുതൽ പഴയ ടോപ്പിക്കും കൂടെ ജസ്റ്റ് ഡിസ്കസ് ചെയ്തെന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്, ഈ ഒരു ലെവലിന് മുകളിലും ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ഇതിന് മുമ്പത്തെ ക്യാൻഡിൽ ഒരു ബ്രേക്കൗട്ട് തന്നിട്ടുണ്ട്, മോശമില്ലാത്ത വോളിയം ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരുപക്ഷെ ഇത് കണ്ടിന്യൂസ് ആയിട്ടുള്ള മൊമെൻറ്റം തരാം, അല്ലെങ്കിൽ ഇത് വീണ്ടും ഈ ഒരു റെസിസ്റ്റൻസ് റീജിയനിലേക്ക്, ഇപ്പോൾ ഇത് സപ്പോർട്ടായി മാറി ഇങ്ങോട്ട് വന്ന് റീടെസ്റ്റിന് വേണ്ടി വരാം. ഒരുപക്ഷെ ഈ ഒരു റീജിയനിൽ റീടെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ ഒരു മൂവിങ് ആവറേജ് ഇങ്ങനെ വരുമ്പം ഈ ഒരു മൂവിങ് ആവറേജിൽ വന്നിട്ട് റീടെസ്റ്റ് എടുക്കാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ റീടെസ്റ്റ് എടുത്ത് ഇത് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ അത് ക്ലിയർ ആയിട്ട് കൺഫർമേഷനാണ്, ആ ഒരു ട്രെൻഡ് ക്ലിയർ ആയിട്ട് ഈ ഒരു റീജിയൻ ബ്രേക്കൗട്ട് തന്നു, ഇനി വലിയൊരു മൂവ്മെൻറ്റ് തരാനുള്ള പോസിബിലിറ്റി ഉണ്ട് എന്ന്. ഓക്കെ, ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്തിട്ട് നമുക്ക് വീക്കിലിയിലോട്ടൊന്ന് പോയി നോക്കാം. വീക്കിലിയിട്ട് വന്നപ്പോൾ എന്താണ്, ഈ ഒരു സിനാരിയോയിൽ എന്താണ്, ഇത് ഫാളിംഗ് ആണ്, ഡൗൺ ട്രെൻഡ് ആയിരുന്നു. ഈ ഒരു സിനാരിയോയിൽ എന്താണ്, ഇത് അപ് ട്രെൻഡ് ആണ്, റൈസിംഗ് ആണ്. ഇപ്പോഴത്തെ നിലവിലത്തെ സിനാരിയോയിൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റോക്ക് കാണുമ്പോൾ എന്താണ്, ഇപ്പോൾ ഇത് അപ് ട്രെൻഡ് ആണ്. ഓക്കെ, അപ് ട്രെൻഡിലാണ്, വീക്കിലിയിൽ അപ് ട്രെൻഡിലാണ്. അതായത് ഒരു സെക്കൻഡറി ട്രെൻഡ് എന്താണ്, അപ് ട്രെൻഡ് ആണ്. ഇവിടെ എന്താണ്, ഒരു കൺസോൾട്ടേഷൻ ആയിരുന്നു. മൂവിങ് ആവറേജ് ഉണ്ട് ഈക്വൽ റേഞ്ചിൽ നിൽക്കുന്നത്. അപ്പം എക്സാക്റ്റ് ആയിട്ട് ഇങ്ങനെ മൂവിങ് ആവറേജ് ഒന്നും പോകത്തില്ല. ചില സമയത്ത് മൂവിങ് ആവറേജ് ചെറിയതായിട്ട് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്, അല്ലെങ്കിൽ ചില സമയത്ത് ഇങ്ങനെ ആയിരിക്കും പോകുന്നത്. ഓക്കെ, അതിനും നമുക്ക് കൺസോൾട്ടേഷൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യേണ്ടത്. നമുക്ക് ഇങ്ങനെയാണ് പോരുന്നതെങ്കിൽ എന്താണ്, അത് ഡൗൺ ട്രെൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അത് അപ് ട്രെൻഡ് ആയിരിക്കും. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡാണ്. ഇങ്ങനെയാണ് പോരുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, മൂവിങ് ആവറേജ് സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡാണ്. അപ്പം അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം സ്ട്രോങ് ആയിട്ടുള്ള അപ് ട്രെൻഡ് ആണെങ്കിൽ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇത്രയും മാറി ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും സ്റ്റോക്ക്. അതായത് ബട്ട് സ്ട്രോങ് അല്ല അപ് ട്രെൻഡ് എങ്കിൽ, അത്രയും വലിയ സ്ട്രോങ് അല്ലെങ്കിൽ ഈ ഒരു റീജിയനിലേക്ക് വന്ന് സപ്പോർട്ട് എടുത്തായിട്ട് പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും നമ്മൾ ഇങ്ങനെയാണ് അനാലിസ് ചെയ്യേണ്ടത്. ഇവിടെ വീക്കായിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ ഈ ഒരു റീജിയനിൽ വന്ന് ഇങ്ങനെ സ്റ്റോക്ക് താഴോട്ട് പോരുന്നതായിട്ട് കാണാൻ സാധിക്കും. സ്ട്രോങ് ആയിട്ടുള്ള ഡൗൺ ട്രെൻഡ് ആണെങ്കിൽ എന്താണ്, സ്റ്റോക്ക് ഈ ഒരു ലെവലിലേക്ക് വരത്തില്ല, അതിനു മുമ്പ് തന്നെ താഴോട്ട് വരും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് സ്റ്റോക്കിൻ്റെ മൊമെൻറ്റം ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, ഇമ്പോർട്ടൻ്റ് ആയിട്ട് ട്രെൻഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, ട്രെൻഡിൻ്റെ അകത്ത് തന്നെ പ്രൈമറി ട്രെൻഡ്, സെക്കൻഡറി ട്രെൻഡ് ഒക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന്, അതുപോലെ തന്നെ അത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാൻ പോസിബിലിറ്റി ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കുക മൂവിങ് ആവറേജ് എന്ന കോൺസെപ്റ്റിൽ. നമ്മളപ്പോൾ 20 EMA എന്ന് പറഞ്ഞ ഒരു ഇൻഡിക്കേറ്റർ മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ, മറ്റ് ഇൻഡിക്കേറ്റർ ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു ഇൻഡിക്കേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ആര് വേണമെങ്കിലും ഇത് കണ്ടു കഴിയുമ്പോഴത്തേന് സിമ്പിളായിട്ട് ട്രെൻഡ് മനസ്സിലാക്കണം, അതിനു വേണ്ടിയാണ്. ട്രെൻഡ് ഒരിക്കലും നമ്മൾ EMA ഡൗൺ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് പോകുന്നത്, അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അതിൻ്റെ അകത്ത് എൻട്രി എടുക്കാതിരിക്കുക. ഓക്കെ, സ്പെഷ്യലായിട്ട് ഈ ഒരു സിറ്റുവേഷനിൽ നമുക്കൊരു മുകളിലേക്ക് മൂവ്മെൻറ്റ് തുടങ്ങുമ്പം വേണമെങ്കിൽ എൻട്രി, നമുക്കത് ബ്രേക്കൗട്ടൊക്കെ തന്ന് നമ്മുടെ നല്ലൊരു ലൊക്കേഷനിലാണ് ഫോം ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഈ ഒരു ട്രെൻഡിൽ നമുക്ക് ഒരിക്കലും എൻട്രി എടുക്കാൻ പറ്റുകയില്ല. ഓക്കെ, അത് അവോയ്ഡ് ചെയ്യണം. അപ്പോൾ തന്നെ നമുക്ക് ചാർട്ട് ഓപ്പൺ ആയി കഴിയുമ്പോൾ തന്നെ. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ മറ്റൊരു സ്റ്റോക്കിലേക്ക് വന്നിട്ടുണ്ട്, APR ഇൻഡസ്ട്രീസ്. വീക്കിലി ക്യാൻഡിൽസ്റ്റിക് ചാർട്ടാണ് ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്താണ്, നമുക്ക് ലാസ്റ്റ് ടൈമിൽ ഏതാണ് ട്രെൻഡ് നടക്കുന്നത് നോക്കുക. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വീക്കിലിയിൽ. അപ്പം വീക്കിലി ഓക്കെയാണ്. അപ്പോൾ മന്ത്ലിയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വലിയൊരു ട്രെൻഡ് കിട്ടും. അതിന് താഴോട്ട് വരുവാണെങ്കിൽ സെക്കൻഡറി ട്രെൻഡാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്കിവിടെ വീക്കിലിയിൽ നോക്കുകയാണെങ്കിൽ ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്രൈമറി ട്രെൻഡ് തന്നെയാണ്. ഓക്കെ, ഇതെന്താണ്, ഈ ഒരു റീജിയൻ തൊട്ട് ഇതുണ്ടോ ക്ലിയർ ആയിട്ട് അപ് ട്രെൻഡാണ്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് എൻട്രി കിട്ടുവാണെങ്കിൽ എൻട്രി എടുക്കാം. അത് എവിടെ എൻട്രി എടുക്കണം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ഓക്കെ, അപ്പം ഇവിടെ എന്താണ്, ഇവിടെ ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടോ,
ഇത് വരുമ്പം ഇതിനോട് എക്സാക്റ്റ് ആയിട്ട് ചേരുന്നേ ഉള്ളൂ, ഇതിന് ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു പോയിന്റിൽ മാത്രമേ ടച്ച് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, അതിനുശേഷം കണ്ടോ, ടച്ച് ചെയ്തോ ഇല്ല, ടച്ച് ചെയ്തോ ഇല്ല, ടച്ച് ചെയ്തോ ഇല്ല. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ മൂവിങ് ആവറേജ് ഇനിയും റൈസ് ചെയ്യുവാണെങ്കിൽ വീണ്ടും ഇവിടെ വന്നിട്ട് ടച്ച് ചെയ്യാതെ പോകാം. മൂവിങ് ആവറേജ് ഇങ്ങനെ റൈസിങ് ആണ്. അപ്പോൾ മൂവിങ് ആവറേജ് റൈസിങ് ആണെങ്കിൽ അവിടെ എന്താണ്, നമുക്ക് ഇതിന് ഇത്രയും ടച്ച് ചെയ്യാതെ പോകുന്നതിൻ്റെ അർത്ഥം എന്താണ്, ഇതിന് സ്ട്രെങ്ത് കൂടുതലുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു മൂവിങ് ആവറേജ് ഇങ്ങനെ പോയി ഇങ്ങനെ ബെൻഡ് ആകുന്ന സിറ്റുവേഷനിൽ, ഇങ്ങനെ ബെൻഡായിട്ടാണ് താഴോട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ബെൻഡ് ആവുകയാണെങ്കിൽ ആ ഒരു സ്റ്റോക്ക് പതുക്കെ ട്രേഡ് ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ ഇങ്ങനെ വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെ വരുന്ന സിറ്റുവേഷനിൽ എന്താണ്, നമുക്ക് ഈ ഒരു സിറ്റുവേഷൻ തൊട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. അതിനുശേഷം ഇങ്ങനെ വരാൻ തുടങ്ങും, ഈ ഒരു പ്രൈസ് താഴോട്ട് വരും, മൂവിങ് ആവറേജ് മുകളിൽ നിൽക്കും, ഇങ്ങനെ വന്ന് ഇങ്ങനെ ഡൗൺ ട്രെൻഡിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ വരെയാണ് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിൻ്റെ അകത്ത് നമുക്ക് എൻട്രി കൺസിഡർ ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ വന്ന് ഇതൊന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഇങ്ങനെ വന്ന് കൺസോൾഡേറ്റ് ചെയ്തിട്ട് അത് വീണ്ടും റൈസിങ്ങിലേക്ക് വരുന്ന സിറ്റുവേഷനിൽ അവിടെ എന്താണ്, ഇങ്ങനെ വന്ന് ഇത് വീണ്ടും റൈസിങ്ങിലേക്ക് പോകും. അങ്ങനെയുള്ള സിനാരിയോയിൽ നമുക്കിത് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ഇതിൻ്റെ അകത്ത് ഡെയിലിയിൽ പോയി നോക്കാം. ഡെയിലിയിൽ പോകുമ്പോൾ എങ്ങനെയാണെന്ന് കണ്ടോ. ഡെയിലിയിൽ പോകുമ്പോൾ എന്താണ്, ഇവിടെ ടച്ച് ചെയ്താണ് പോകുന്നത്. ഓക്കെ, ഇതൊരു സൈഡ് വൈസ് ആയിരുന്നു, വീണ്ടും അപ് ട്രെൻഡിലേക്ക് വന്നു. അപ് ട്രെൻഡിലേക്ക് വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴത്തെ കറണ്ട് സിനാരിയോയിൽ നമുക്ക് എന്താണ്, അപ് ട്രെൻഡാണ്. വീണ്ടും ഈ ഒരു ട്രെൻഡ് ലൈനായിട്ട് വരാൻ ചാൻസ് ഉണ്ട്. ആ ഒരു റീജിയനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും എൻട്രി എടുക്കാം. ഓക്കെ, വെറുതെ ഈ ഒരു ട്രെൻഡ് ലൈൻ നോക്കി അതിൻ്റെ അകത്ത് എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമ്മൾ സക്സസ്ഫുൾ ആകുമോ? അതൊരിക്കലും നമുക്കതൊരു ഉറപ്പ് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ഇത്രയും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, നമുക്കപ്പോൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം.